الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم هدية واصلة ورحمة نازلة وبركة شاملة إلى حضرة سيدنا محمد صلى الله عليه وسلم وإلى حضرات سائر الأولياء والعلماء والشهداء والزهاد. اللهم انفعنا بعلومهم وأسرارهم وأنوارهم وبركاتهم في الدين والدنيا والآخرة وإلى حضرات من ماتوا منا من جهة آبائنا وأمهاتنا. اللهم اغفر لنا ولهم يا رب العالمين. اللهم بارك لنا في كل أمورنا بركة تامة كما باركت على عبادك الصالحين. اللهم بارك لنا في يمدنا هذا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ഖിറാഅത്തിന് വേണ്ടി ഫാദ് സൺ ഓഫ് ഉബൈദ്. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. صدق الله العلي العظيم. السلام عليكم ورحمة الله تعالى وبركاته. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, വളരെ പുണ്യമേറിയ ഒരു സദസ്സിലാണ് നമ്മളേവരും ഒരുമിച്ച് കൂടിയത്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ കൂടിച്ചേരലും പിരിയലും സ്വാലിഹായ അമലുകളിൽ ഉൾപ്പെടുത്തിട്ടുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, വളരെ കാലങ്ങളായി മയ്യത്തി പരിപാലന പ്രാക്ടിക്കൽ ക്ലാസ് നടത്തണമെന്നുള്ള ഒരാഗ്രഹവും ബഹുമാനപ്പെട്ട അൽഹാജ് മുസ്തഫയുമായി നമ്മുടെ ജമായത്തിൻ്റെ പ്രസിഡന്റ് ഹസൈനാർ സാഹിബ് ബന്ധപ്പെട്ടു. വളരെ തിരക്ക് പിടിച്ച സമയമാണെങ്കിലും അൽഹംദുലില്ലാ നമ്മൾക്ക് അതിനുള്ളൊരവസരം ഇന്നുണ്ടായി. സർവശക്തനെ സ്തുതിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്ന പ്രാക്ടിക്കൽ ക്ലാസ് എല്ലാവരും വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമ്മളുടെ മക്കൾക്കായാലോ നമ്മുടെ പിതാക്കൾക്കായാലോ നമ്മൾക്ക് അത് ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ഏതായാലും എൻ്റെ സ്വാഗത പ്രഭാഷണം നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അൽഹാജ് മുസ്തഫ അവരുടെ ടീമിൻ്റെ മയ്യത്ത് പരിപാലന ക്ലാസ്സിന് വേണ്ടിയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നത് നമ്മുടെ ജമായത്തിൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഹസൈനർ സാഹിബ് അവർകളാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് അബ്ദുൽ അസീസ് അഷ്റഫി അവർകളാണ്. അദ്ദേഹത്തെയും വളരെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രാക്ടിക്കൽ ക്ലാസ് എടുക്കാൻ ഇവിടെ എത്തിച്ചേർന്ന അൽഹാജ് മുസ്തഫ തളിപ്പറമ്പ് CH സെൻ്ററിൻ്റെ ടീമുമാണ്. അവരെ ഓരോരുത്തരെയും ജമാഅത്ത് കമ്മിറ്റിക്ക് വേണ്ടിയും നമ്മുടെ ഈ നാട്ടിലേക്കും സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ പ്രിയപ്പെട്ട നമ്മുടെ സംയുക്ത ജമാഅത്തിൻ്റെ വൈസ് പ്രസിഡന്റ് PK അബ്ദുള്ള കുഞ്ഞി, അബുദാബി ശാഖ പ്രസിഡന്റ് CH അഹമ്മദ് കുഞ്ഞി ഹാജി, PPTL സ്കൂൾ മാനേജർ PK സുബൈർ, ജമാഅത്തിൻ്റെ ഖജാൻജി LK ഇബ്രാഹിം, ജമാഅത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിമാരായ ഷാഹുൽ മമ്മി, അതുപോലെ തന്നെ ജമാഅത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ജലീൽ പിട്ടപ്പനാവി, അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആൾക്കാരെയും ഒറ്റവാക്കൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ജമാഅത്തിൻ്റെ പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തുന്നതിന് നമ്മുടെ പ്രിയപ്പെട്ട ഖത്തീബ് ഉസ്താദ് അബ്ദുൽ അസീസ് അഷ്റഫി അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഹസൈൻ സാഹിബ്, സ്വാഗത പ്രഭാഷണം നടത്തിയ ജമാഅത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി മുസ്തഫ CH അടക്കമുള്ള സംയുക്ത ജമാഅത്തിൻ്റെ വൈസ് പ്രസിഡന്റ് അബ്ദുള്ള കുഞ്ഞി സാഹിബ്, അബുദാബി ശാഖ കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട അഹമ്മദ് ഹാജി, ട്രഷറർ അടക്കമുള്ള
ഭാരവാഹികളെ, പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് സ്വീകരിക്കുന്ന അഅ്മാലുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഈ മയ്യത്ത് ക്ലാസ് എന്ന് പറയുന്നത് ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ CH സെൻറ്റർ തളിപ്പറമ്പുമായി ബന്ധപ്പെടാനുള്ള കാരണം, ഞാൻ ഒരിക്കൽ രാത്രി കൂട്ടിക്കുളം, ഞാൻ നേരത്തെ ജോലി ചെയ്ത 10 വർഷം ജോലി ചെയ്ത കൂട്ടിക്കുളത്ത് പോയപ്പോൾ ഒരുപാട് സഹോദരിമാർ മഴ നനഞ്ഞിട്ട് വരുന്നത് കണ്ടു. സ്വാഭാവികമായിട്ട് രാത്രി ക്ലാസ് ഉണ്ടാകാറില്ല, പകലാണ്. മദ്രസ പോലും രാത്രി ഉണ്ടാകാറില്ല. അങ്ങനെ ഒരു സ്ഥലമാണത്. ഞാൻ ഇങ്ങനെ എന്താണ് പരിപാടി, അപ്പോൾ പള്ളിയിൽ പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് എന്താണെന്ന് ആരോട് ചോദിക്കാൻ പറ്റില്ല, നല്ല മഴയുള്ള സമയമായിരുന്നു. പിറ്റേ ദിവസം ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് മയ്യത്ത് പരിപാലന ക്ലാസ് ഉണ്ടായിരുന്നു തളിപ്പറമ്പിൽ CH സെൻറ്റർ അവർ നടത്തിയ ക്ലാസ്സാണ്. 10 വർഷക്കാലം ഞാൻ ഖുർആൻ ക്ലാസ് എടുത്ത സഹോദരിമാർ, അവർ വല്ലാത്ത രൂപത്തിലാണ് സംസാരിച്ചത്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഇതുപോലെ ഇങ്ങനത്തെ ഒരു ക്ലാസ് ഞങ്ങൾ കണ്ടിട്ടില്ല. ആ സഹോദരിമാർ, അതിൽ നിന്നൊരു സഹോദരി മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി പോകുന്നുണ്ട്, ഭയങ്കരമായ അഭിപ്രായമാണ് പറഞ്ഞത്. അങ്ങനെ അതിൻ്റെ വീഡിയോസൊക്കെ ഇട്ട് തന്നു. അന്നു മുതൽ തന്നെ ഞാൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് CH സെൻറ്റർ, തളിപ്പറമ്പ് CH സെൻറ്ററിൽ ഇങ്ങനെ നല്ലൊരു ക്ലാസ് ഉണ്ട്, അവരെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ടൈം ഇപ്പോഴായിരിക്കും ആയത്. വലിയ സന്തോഷമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരണത്തെ രുചിക്കുന്നവരാണ്. മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വല്ലാതെ ഭയപ്പെടുന്നൊരു സമയമായിരിക്കും. വാപ്പ മരിച്ചാലോ, ഉമ്മ മരിച്ചാലോ, പെങ്ങൾ മരിച്ചാലോ, മക്കൾ മരിച്ചാലോ എന്താ ചെയ്യേണ്ടത്? ആ ഒരു പരിഭ്രമം മാറ്റിയെടുത്തുകൊണ്ട് ആദ്യം എന്ത് ചെയ്യണമെന്ന് ആ പരിഭ്രമം മാറ്റിയെടുത്ത് നമ്മൾ ചെയ്യേണ്ട വിഷയം ചെയ്യും. നമ്മുടെ ബാധ്യതയാണത്. നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഞാൻ ദീർഘിപ്പിക്കുകയല്ല. നമ്മളിപ്പോൾ നമ്മുടെ മക്കളെ കുളിപ്പിച്ചിട്ടുണ്ടാവും, ഉമ്മമാർ മക്കളെ കുളിപ്പിച്ചിട്ടുണ്ടാവും, അതുപോലെ നമ്മളെ അനുജത്തിമാരെ കുളിപ്പിച്ചിട്ടുണ്ടാവും, അനുജന്മാരെ കുളിപ്പിച്ചിട്ടുണ്ടാവും. നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമുക്ക് അവരെ കുളിപ്പിക്കാൻ കഴിയുന്നില്ല? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ആരൊക്കെയോ വിളിച്ചിട്ട് കുളിപ്പിക്കുന്നതിന് പകരം ഒരു കുടുംബത്തിലെ ബാപ്പ മരിച്ചാൽ മകൻ കുളിപ്പിക്കുന്ന രീതി, മകൻ മരിച്ചാൽ ബാപ്പ കുളിപ്പിക്കുന്ന രീതി, തൊട്ടടുത്ത ബന്ധുക്കൾ കുളിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറണം. അതാണ് പ്രിയപ്പെട്ടവരെ, അതിന് വേണ്ടിയുള്ള ഒരു പ്രാക്ടിക്കൽ ക്ലാസ്സാണിത്. ഓരോരുത്തരും ഇവിടെ നിന്ന് കഴിയുമ്പോൾ പ്രതിജ്ഞ ചെയ്തു പോകണം, ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ കുടുംബത്തിൽ ഞാൻ കുളിപ്പിക്കും. അങ്ങനെ കുറച്ചാളുകൾ മുൻപോട്ട് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ജമാഅത്തിൽ നിന്ന് ആളുകളെ കാത്തു നിൽക്കേണ്ട ഒരു ദാരിദ്ര്യം നമുക്കുണ്ട്. അള്ളാഹ് നമ്മുടെ നാടിനെ സംബന്ധിച്ച് എല്ലാ നിലക്കും ഐശ്വര്യം നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ മാത്രം എന്തിനാണ് നമ്മൾ ദാരിദ്ര്യം പിടിക്കുന്നത്? ചില ആൾ പറയാറുണ്ട്, മയ്യത്ത് കുളിപ്പിച്ചോ? ഇല്ല, പറഞ്ഞയച്ചിട്ടുണ്ട്, ഇന്ന സ്ഥലത്ത് നിന്ന് ആൾ വരാനുണ്ട്. അങ്ങനെ വൈകുന്നൊരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മഹല്ലത്തിൽ വിശ്വസ്തരായ ആളുകളെ കൊണ്ട് മയ്യത്ത് കുളിപ്പിക്കണം. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ചൊക്കെ വേണ്ടതുപോലെ പറഞ്ഞു തരും. ആദ്യം മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമുക്കറിയാം, ചില ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ പള്ളിയിലേക്ക് ഓടുകയാണ്. പാതിരാക്ക് 2 മണിക്ക് പള്ളിയിലേക്ക് വന്ന് മുഅദ്ദിൻ്റെ റൂമ് മുട്ടും. സദേ ബാപ്പ മരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കുടുംബത്തിൽ ഇന്നാൾ മരിച്ചിട്ടുണ്ട്. അങ്ങനെ ഉസ്താദ് എഴുന്നേറ്റ് അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകുമ്പോഴേക്കോ മരിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. കണ്ണടപ്പിച്ചിട്ടുണ്ടാവില്ല. മരണപ്പെട്ട ഉടനെ കണ്ണ് തടവി അടപ്പിക്കാൻ പുണ്യനബി മുഹമ്മദുർ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് കുറേ കഴിയുമ്പോൾ അടയാത്ത രൂപം ഉണ്ടാവും. ശീല കെട്ടേണ്ടത് കുറേ കഴിഞ്ഞതിന് ശേഷം കെട്ടുമ്പോൾ വികൃതമാകുന്നൊരവസ്ഥ ഉണ്ടാകും. ഇതൊക്കെ ഇല്ലാതെയാകാനുള്ള ഓരോരുത്തരും പഠിച്ചു വെക്കേണ്ട ക്ലാസ്സാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കഴിയുന്നത് വരെ എല്ലാവരും നന്നായി ക്ലാസ് ശ്രദ്ധിച്ച് ഇൻഷാ അല്ലാഹ് നമ്മുടെ നാട്ടിൽ അങ്ങനെ ക്ലാസ് എടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള എത്രയോ സഹോദരിമാരുണ്ട്, നല്ല കഴിവുള്ള സഹോദരന്മാരുണ്ട്. മുന്നിലിറങ്ങിയിട്ട് ഒരു വിങ് തന്നെ ഉണ്ടാക്കാൻ കഴിയണം. അള്ളാഹു ഈ ക്ലാസ് പരിപൂർണമായി കേൾക്കാനും അതുപോലെ ഉൾക്കൊണ്ട് നമുക്ക് പഠിക്കാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പ്രത്യേകിച്ച് ഇവിടെയുള്ള ആളുകളൊക്കെ ആശംസ അറിയിച്ചിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വിലയേറിയ സമയം നഷ്ടപ്പെടുത്തുന്നില്ല.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധമായ വചനത്തിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തായി നമ്മൾ ഇന്നിവിടെ ക്ലാസ് എടുക്കുന്ന തളിപ്പറമ്പ് CH സെൻറ്ററിൻ്റെ അൽഹാജ് മുസ്തഫ അവറുകളെ മൊമൻറ്റോ നൽകി ആദരിക്കുന്നതിന് നമ്മുടെ അബുദാബി ശാഖ കമ്മിറ്റി പ്രസിഡൻറ്റ് ബഹുമാനപ്പെട്ട അഹമ്മദ് കുഞ്ഞാജി സാഹിബ് അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തായി ഷാൾ അണിയിക്കുന്നതിന് ജമാഅത്ത് ട്രഷറർ ഇബ്രാഹിം ചാനെ ക്ഷണിക്കുന്നു.